ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. കുക്കറിനകത്ത് ഞാൻ 1 കപ്പ് തുമര അടുപ്പയിലിട്ടിട്ടുണ്ട്. അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തുമരയും തിളച്ചിട്ടുണ്ട്. നമുക്കതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അതിട്ട് കൊടുക്കാം. ഒരു ക്യാരറ്റ് അരിഞ്ഞുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കാം. 2 സവാള ഉള്ളി, ഇത് 3 കൂടെ നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചത്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് കോവയ്ക്ക, ഒരു രമ്പയുടെ ഇല, അല്ല സാമ്പാർ മല്ലി എന്ന് പറയും, 2 തക്കാളിപ്പഴം ഇട്ട് കൊടുക്കും. 2 വഴുതനങ്ങ, 2 മുരിങ്ങയ്ക്ക ഇവിടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. കുക്കറിനകത്ത് നമ്മളൊരു വിസിലടുപ്പിച്ചിങ്ങ് എടുക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 കഷ്ണം കായ ഇട്ട് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി നമുക്കിനി ഒന്ന് അടച്ച് വെച്ച് ഒരു വിസിൽ കേൾക്കുന്നവരെ ഒക്കെ വെയിറ്റ് ചെയ്യാം. ഇത്ര ഒരു ഉരുള കൊച്ചു നെല്ലിക്കയുടെ അത്രയും പുളിയെടുത്ത് നമുക്ക് വെള്ളത്തിൽ അലിയാനിടാം. എല്ലാം വെന്ത് വിസിലായിട്ടുണ്ട്. തണുക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കാം. കഷ്ണമെല്ലാം തണുക്കുമ്പോഴത്തേക്ക് നമുക്ക് ചീനച്ചട്ടിക്കകത്ത് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് വറുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഉള്ളി മൂത്തിലിട്ട് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. വലിയ സ്പൂണിന് ചോറ്. 1/2 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പുളി കുതിരാൻ വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. കഷ്ണമെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് വെച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പുണ്ടോ എന്ന് നമുക്ക് ഈ സമയത്ത് തൊട്ട് നോക്കാം. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ സാമ്പാർ. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.